നമ്മൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 19.21% എന്നുള്ള കണക്ക് വെച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP അളക്കുകയേ ചെയ്യരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എന്നാൽ അതേസമയം BJPയുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ എന്നുള്ളത് ബഹുമുഖ രാഷ്ട്രീയ തന്ത്രങ്ങളാണ് അവർ ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഒരു രംഗം നിർവഹിച്ചിരിക്കുന്നയാളാണ് ഗവർണറുടെ ഭാരത് മാതാ കീ ജയ്. അതിപ്പോൾ ഈ രംഗത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കട്ടൻ സെറ്റായിരുന്നു. ഇനി ഭാരത് മാതാ വിവാദം ആവശ്യമില്ല, അത് അതിൻ്റെ പർപ്പസ് സെർവ് ചെയ്തിരിക്കുന്നു. ഭാരത് മാതാ കീ ജയും ചർച്ചയിൽ നിർത്തുന്നത് അമിത്ഷായ്ക്ക് വേണ്ടിയുള്ള ഒരു എൻട്രി ആയിരുന്നു. പക്ഷേ അത് വേണ്ടത്ര അങ്ങോട്ട് ഫലപ്രദമായില്ല. അതുകൊണ്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഈ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് കണക്കുകളൊന്ന് നോക്കൂ. എന്താണ് ഇപ്പോൾ BJP നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നവും സാധ്യതയും? BJPയുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആരെ മുൻനിർത്തിയായിരുന്നു? 23% വരുന്ന ഇവിടുത്തെ OBC വിഭാഗത്തിൽപ്പെട്ട ഈഴവ കമ്മ്യൂണിറ്റിയെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് BJP ആദ്യം രാഷ്ട്രീയതന്ത്രം മെനയുന്നത്. BDJS വരുന്നത് ആ ഘട്ടത്തിലാണ്. ഒരു പരിധിവരെ ഈഴവ വോട്ടുകളിൽ 39% വോട്ടുകൾ BJPക്ക് സമാഹരിക്കാൻ സാധിച്ചിട്ടുണ്ട്. വസ്തുതയാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ മറ്റൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടപ്പാക്കാൻ ശ്രമിച്ചു. എന്താണ്? ക്രിസ്ത്യൻ വോട്ടുകളുടെ ഏകീകരണം. ആ ക്രിസ്ത്യൻ വോട്ടുകളുടെ ഏകീകരണത്തിന് വേണ്ടി ശ്രമിച്ചു, പല തന്ത്രങ്ങൾ പ്രയോഗിച്ചു. ഒടുവിൽ നമ്മളുടെ വൈപ്പിനിൽ നടന്ന സമരം വരെ എടുത്തുകൊണ്ട് ഇവർ ഈ വിഷയത്തിൽ മുന്നോട്ട് വന്നു. ഒടുവിൽ എല്ലാ വിഷയങ്ങളും എങ്ങനെ തിരമാലകളിൽ തട്ടി തകരുന്നതല്ലേ കണ്ടത്?